ഞാൻ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ കണ്ടസ്റ്റൻറ്റ് അനുമോളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആൾക്ക് PR വർക്കുണ്ട്, ആൾക്ക് PR ഉണ്ട്, ഒരുപാട് PR ചെയ്യുന്നുണ്ട്, ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത് PR ചെയ്യുന്നുണ്ട്. PR ചെയ്തിട്ടാണോ അനുമോൾ അവിടെ നിലനിന്ന് പോകുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR-ന് നമുക്ക് പുറത്ത് ഒരു കണ്ടന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യണം. അതിനകത്ത് ഒന്നും ചെയ്യാതിരുന്നിട്ട് പുറത്തൊരാൾക്ക് അല്ലെങ്കിൽ പുറത്ത് ആൾക്കും അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിയാലേ പുറത്തോട്ട് അത് എഡിറ്റ് ചെയ്തിട്ടായാലും PR-ന് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് അനുമോൾ നല്ല രീതിയിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിപൊളിയായിട്ടാണ്. കാരണം ആദ്യം മുതൽക്കേ ഇത്രയും നാൾ വരെയും ആൾ ആദ്യമൊക്കെ കുറച്ച് ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നെങ്കിലും ഓരോ ഡേയ്സ് കഴിയുന്തോറും ആൾ കുറച്ചുകൂടി ഭയങ്കര രീതിയിൽ മോട്ടിവേറ്റായി വന്നുകൊണ്ടിരിക്കുവാണ്, നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേനും അതിന് മുന്നേ പല ആൾക്കാരും PR കൊണ്ട് ജീവിച്ച് പോകുന്നു അനുമോളെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നണില്ല. അനുമോളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇത്രയും ആൾക്കാർ ഇത്രയും ഈ എവിക്റ്റായി പോയവരെല്ലാം റീഎൻട്രി ചെയ്തപ്പോഴത്തേനും എല്ലാവരും ഒറ്റ ടാർഗറ്റ് അനുമോളെ വീണ്ടും ഡൗൺ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് എന്ന് തോന്നുന്നു ഇവരെല്ലാവരും കയറി പറ്റിയിട്ടുള്ളത്. ഇവൻ പ്രത്യേകിച്ച് ശൈത്യ എന്ത് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര മോശമായിട്ടുള്ളൊരു പേഴ്സൺ, എന്തൊരു വൃത്തികെട്ടൊരു സ്ത്രീയാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലാണ് ശൈത്യ അതിനകത്ത് വീണ്ടും നടന്ന് കളിക്കുന്നത്. എനിക്കത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം പുറത്തുള്ളൊരു കാര്യം ശരി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർ പുറത്ത് നിന്നിട്ട് ശൈത്യം കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ബിഗ് ബോസിനകത്ത് പോയപ്പോഴത്തേനും ആളുടെ ക്യാരക്ടർ മൊത്തം മാറി. അനുമോൾക്കെതിരായിട്ട് ഫുള്ള് അനുമോളെ എങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യാമോ, എങ്ങനെയൊക്കെ വിഷമിപ്പിക്കാമോ, എങ്ങനെയൊക്കെ തളർത്താമോ അതെല്ലാം ശൈത്യം നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്താണെങ്കിലും അതിനകത്ത് കയറിയിട്ട് അനീഷിനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് മേ ബി അവർ ലവ് ട്രാക്കോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ അനീഷും അനുമോളുമായിട്ട് എന്തെങ്കിലും അനീഷിനൊരു ഇഷ്ടം തോന്നി അത് അനുമോളോട് പറഞ്ഞു. അനുമോൾ കുറച്ചൊരു ഫ്ലേർട്ട് ചെയ്തു, എന്നിട്ട് അതങ്ങ് വിട്ടു. എന്നിട്ട് ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു, ഇന്നതാണ് കാര്യം എന്ന്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ കയ്യിൽ നിന്ന് വന്നുപോയ ആ ഒരൊറ്റ കാര്യം കൊണ്ട്. പക്ഷെ അവിടെയും അനുമോൾ നല്ല രീതിയിലാണ് കളിച്ചത്. കാരണം അങ്ങനത്തെ ഒരു ടോപ്പിക്ക് പുറത്തിട്ടതോട്ട് കുറച്ച് ആൾക്കാർ വീണ്ടും ഇത്, കാരണം അനുമോൾക്ക് അത്രയും കുറച്ചുകൂടി ആൾക്കാരിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം, അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക്